ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോ DRC അഥവാ ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഡോസിന് ഉണ്ടാകുന്ന റെസ്പോൺസ് അത് കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ് പറയുന്നത്. അത് ഗ്രാഫിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ഡോസ് കൊടുത്തെങ്കിൽ അതിന് എന്ത് റെസ്പോൺസാണോ ഉണ്ടാകുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രാഫ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഗ്രാഫിൻ്റെ നേച്ചർ എപ്പോഴും ഹൈപ്പർബോളിക് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ലോഗ് ഡോസ് വേഴ്സസ് റെസ്പോൺസ് കർവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും സിഗ്മോയിഡ് ഇൻ ഷേപ്പ് ആയിരിക്കും. ഡോസ് വേഴ്സസ് റെസ്പോൺസ് കർവ് ഹൈപ്പർബോളിക് ഇൻ നേച്ചറും സ്റ്റഡി പർപ്പസിന് ലോഗ് ഡോസ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അതെപ്പോഴും സിഗ്മോയിഡ് ഇൻ ഷേപ്പ് ആയിരിക്കും. ഇതാണ് ഡോസ് വേഴ്സസ് റെസ്പോൺസ് ഗ്രാഫ്. ഈ ഗ്രാഫ് ഹൈപ്പർബോളിക് ഇൻ നേച്ചറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡോസ് വേഴ്സസ് റെസ്പോൺസ് ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് ഹൈപ്പർബോളിക് ഇൻ നേച്ചറും അതിന് ലോഗ് ഡോസ് ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ സിഗ്മോയിഡ് ഇൻ ഷേപ്പ് ഇതുപോലെ ആയിരിക്കും ഗ്രാഫ് കിട്ടുക. അപ്പോൾ DRC രണ്ട് ടൈപ്പാണുള്ളത്: ഗ്രേഡഡ് ഡോസ് റെസ്പോൺസ് കർവ് ആൻഡ് ക്വാണ്ടൽ ഡോസ് റെസ്പോൺസ് കർവ്. ഇപ്പോൾ ഗ്രേഡഡ് ഡോസ് റെസ്പോൺസ് കർവിലാണെങ്കിൽ ഡോസ് കൂടുന്നതിനനുസരിച്ചിട്ട് റെസ്പോൺസും കൂടും. ഫോർ എക്സാമ്പിൾ, അസറ്റൈൽ കൊളൈൻ്റെ ഡോസ് ഇൻക്രീസ് ചെയ്തെങ്കിൽ മസിൽ കോൺട്രാക്ഷനും ഇൻക്രീസ് ആവും. അസറ്റൈൽ കൊളൈൻ്റെ റെസ്പോൺസ് എന്താ? മസിൽ കോൺട്രാക്ഷൻ അല്ലേ. അപ്പോൾ അസറ്റൈൽ കൊളൈൻ്റെ ഡോസ് ഇൻക്രീസ് ചെയ്തെങ്കിൽ ഇൻക്രീസ്ഡ് മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും. ക്വാണ്ടൽ ഡോസ് റെസ്പോൺസ് കർവ് ആണെങ്കിൽ ഒന്നെങ്കിൽ റെസ്പോൺസ് മുഴുവനായിട്ട് റെസ്പോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാവില്ല. അതാണ് ക്വാണ്ടൽ ഡോസ് റെസ്പോൺസ് കർവ്. ഐദർ ഓൾ ഓർ നൺ റെസ്പോൺസ്. അതിന് എക്സാമ്പിളാണ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഷീസർ. ഇനി നെക്സ്റ്റ് DRCയുടെ സിഗ്നിഫിക്കൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, തെറാപ്യൂട്ടിക് വിൻഡോ ഫിനോമിനൻ. അപ്പോൾ ഇത് ചില ഡ്രഗിന് കാണുന്ന അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് പറയുന്നത്. അതായത് തെറാപ്യൂട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷന് പ്ലാസ്മയിൽ ഒരു നാരോ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം പ്ലാസ്മയിൽ. അന്നെങ്കിൽ മാത്രമാണ് തെറാപ്യൂട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ആ ഡ്രഗ്. അപ്പോൾ അതാണ് തെറാപ്യൂട്ടിക് വിൻഡോ. അപ്പോൾ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് തെറാപ്യൂട്ടിക് വിൻഡോ. ഇപ്പോൾ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പ്ലാസ്മയിൽ എത്രമാത്രം ഡ്രഗിന് കോൺസെൻട്രേഷൻ ഉണ്ടാവണം ഇത് നമുക്ക് DRC പ്ലോട്ട് ചെയ്തെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ആണ് ഡ്രഗ് പൊട്ടൻസി ആൻഡ് എഫിക്കസി. അപ്പോൾ ഓരോ ഡോസ് കൊടുക്കുന്നതനുസരിച്ചിട്ട് എത്രമാത്രം റെസ്പോൺസ് ഉണ്ടെന്ന് നമ്മൾ DRCയിൽ പ്ലോട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഡ്രഗിൻ്റെ പൊട്ടൻസി എത്ര ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡ്രഗ് പൊട്ടൻസി പറഞ്ഞെങ്കിൽ ഒരു സെർട്ടൈൻ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡ്രഗിൻ്റെ എമൗണ്ട്, അതാണ് ഡ്രഗ് പൊട്ടൻസി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 mg മോർഫിന് 100 mg ഓഫ് പെത്തിഡിനോട് ഈക്വൽ ആണെങ്കിൽ അനാൽജസിക് എഫക്റ്റ് മോർഫിന് 10 mg അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അനാൽജസിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെത്തിഡിന് 100 mg അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ് അനാൽജസിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ മോർഫിനായിരിക്കും മോർ പൊട്ടൻറ്റ്. കാരണം എന്താ? കുറച്ച് ഡോസിൽ തന്നെ അനാൽജസിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, അപ്പോൾ അത് മോർഫിനായിരിക്കും പൊട്ടൻറ്റ്. ഇനി ഡ്രഗ് എഫിക്കസി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം റെസ്പോൺസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ ഡ്രഗാണ് ഡ്രഗ് എഫിക്കസി. ഇപ്പോൾ DRC പ്ലോട്ട് ചെയ്തെങ്കിൽ അപ്പർ ലിമിറ്റ് ആയിരിക്കും ഡ്രഗ് എഫിക്കസി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്പിരിനേക്കാളും അനാൽജസിക് എഫക്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോർഫിനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മോർഫിനാണ് മോർ എഫിക്കേഷ്യസ് എന്ന് നമുക്ക് പറയാം. കാരണം മോർഫിനാണ് കൂടുതൽ അനാൽജസിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്പിരിനേക്കാളും. അപ്പോൾ ഈ ഒരു DRCയിൽ ഡ്രഗ് B ആണ് മോർ പൊട്ടൻറ്റ് ദാൻ ഡ്രഗ് A. കാരണം എന്താ? ഡ്രഗ് B കുറച്ച് ഡോസ് കൊടുക്കുമ്പോൾ തന്നെ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡ്രഗ് A ആണെങ്കിലോ ഡ്രഗ് Bനേക്കാളും കുറച്ചും കൂടി ഡോസ് വേണം റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഡ്രഗ് B ആണ് മോർ പൊട്ടൻറ്റ്. പക്ഷേ ഈ ഒരു DRCയിൽ ഡ്രഗ് A ആണ് മോർ എഫിക്കേഷ്യസ്. ഡ്രഗ് B പൊട്ടൻ്റ് ആണെങ്കിൽ ഡ്രഗ് എക്കാണ് എഫിക്കസി കൂടുതലുള്ളത്.
മൂന്നാമത്തെ സിഗ്നിഫിക്കൻസ് ആണ് സ്ലോപ്പ് ഓഫ് DRC. സ്റ്റീപ്പ് സ്ലോപ്പാണ് DRC പ്ലോട്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഡോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളെ റെസ്പോൺസും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റീപ്പ് സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്ലാറ്റ് സ്ലോപ്പ് ആണെങ്കിൽ ഡോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലിറ്റിൽ ഇൻക്രീസ് ഇൻ റെസ്പോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്റ്റീപ്പ് സ്ലോപ്പ് ആണെങ്കിൽ ഡോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർക്കഡ് ഇൻക്രീസ് ഇൻ എഫക്റ്റ് കാണുന്നുണ്ട്, നല്ലോണം എഫക്റ്റ് ഇൻക്രീസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഫ്ലാറ്റ് സ്ലോപ്പിലാണെങ്കിൽ ഡോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ചെറിയൊരു എഫക്റ്റ് ഇൻക്രീസ് ചെയ്തതായിട്ടേ കാണുന്നുള്ളൂ. ഇനി നാലാമത്തെ സിഗ്നിഫിക്കൻസ് സെലക്ടിവിറ്റി. സെലക്ടിവിറ്റിയിൽ മെയിനായിട്ട് പറയാനുള്ളത് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഓഫ് ഡ്രഗാണ്. അപ്പോൾ നമുക്കറിയാം ഡ്രഗ് ഒന്നിൽ കൂടുതൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ. സൈഡ് എഫക്റ്റ് ആണെങ്കിലും തെറാപ്യൂട്ടിക് എഫക്റ്റ് ആണെങ്കിലും ഒന്നിൽ കൂടുതൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഡ്രഗ്. അപ്പോൾ സെയിം ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റെസ്പോൺസ് നമുക്കൊരു സിംഗിൾ DRC വെച്ചിട്ട് തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഡ്രഗ് നമുക്ക് പറഞ്ഞു ഒരു ഡ്രഗ് ഒന്നിൽ കൂടുതൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒന്നിൽ കൂടുതൽ റെസ്പോൺസ് ഒരു ഡ്രഗ് സെയിം ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒന്നിൽ കൂടുതൽ റെസ്പോൺസ് നമുക്കൊരു സിംഗിൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ രണ്ട് റെസ്പോൺസ് പ്ലോട്ട് ചെയ്തെങ്കിൽ അതിനിടയിലുള്ള ഡിഫറൻസ് ഉണ്ടാവില്ല, അത് തമ്മിലുള്ള ഡിഫറൻസ് അതിനാണ് പറയുന്നത് സെലക്ടിവിറ്റി ഓഫ് ഡ്രഗ്. അപ്പോൾ ഈ ഒരു കർവ് എന്ന് പറയുന്നത് DRC എന്ന് പറയുന്നത് ഫാർ എപ്പാർട്ടാണെങ്കിൽ ആ ഡ്രഗ് മോർ സെലക്റ്റീവ് ആയിരിക്കും. അതായത് ആ രണ്ട് കർവ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ആ ഡ്രഗ് മോർ സെലക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് തെറാപ്യൂട്ടിക് എഫക്റ്റ് DRCയും അഡ്വേഴ്സ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ തെറാപ്യൂട്ടിക് എഫക്റ്റും അഡ്വേഴ്സ് എഫക്റ്റും ആണ് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ രണ്ട് കർവിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ്, അതിനാണ് സേഫ്റ്റി മാർജിൻ ഓർ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സേഫ്റ്റി മാർജിന് ആ ഒരു ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ ആ ഡ്രഗ് കൂടുതൽ സേഫായിരിക്കും, കുറച്ചും കൂടി സേഫായിരിക്കും. ഇതാണ് ആ ഗ്രാഫ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. അതായത് സെയിം ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് എഫക്റ്റാണ് ഒരു കർവിൽ ഷോ ചെയ്യുന്നത്, മറ്റേത് അഡ്വേഴ്സ് എഫക്റ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് സേഫ്റ്റി മാർജിൻ ഓഫ് ഡ്രഗ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി സേഫായിരിക്കും ആ ഡ്രഗ്. അപ്പോൾ ഈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് LD50/ED50. LD50 മീൻസ് മീഡിയൻ ലീതൽ ഡോസ് ആൻഡ് ED50 മീഡിയൻ എഫക്റ്റീവ് ഡോസ്. ഇപ്പോൾ മീഡിയൻ ലീതൽ ഡോസ് എന്ന് വെച്ചെങ്കിൽ ഡോസ് വിച്ച് ഈസ് ലീതൽ ടു 50% ഓഫ് സ്റ്റഡി പോപ്പുലേഷൻ ആൻഡ് മീഡിയൻ എഫക്റ്റീവ് ഡോസ് ആണെങ്കിൽ ഡോസ് വിച്ച് ഈസ് എഫക്റ്റീവ് ഇൻ 50% ഓഫ് സ്റ്റഡി പോപ്പുലേഷൻ. ഇതാണ് DRCയുടെ സിഗ്നിഫിക്കൻസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് DRC, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ.